പനമ്പള്ളി നഗർ മുതൽ വൈറ്റില വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഹോദരൻ അയ്യപ്പൻ റോഡിൽ തന്നെ മെട്രോ പില്ലറിനോട് ചേർന്ന് ബേസ്മെൻറ്റ് ഉയർന്നു നിൽക്കുന്നതും റോഡ് താഴ്ന്നിരിക്കുന്നതുമായ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. പനമ്പള്ളി നഗർ മുതൽ വൈറ്റില വരെ ഏകദേശം ഈ ഏരിയയിൽ മാത്രം 13 പേരാണ് കൊല്ലപ്പെട്ടത്. മെട്രോയ്ക്കും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും ഉടമസ്ഥാവകാശം തർക്കത്തിൽ നിൽക്കുന്നതിനാൽ ഈ പരാതി തള്ളിക്കളയാനുള്ളത്. ഈ മാസം 11-നുള്ളിൽ തന്നെ PWD അതേപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ മെട്രോ ഇതിന് റിപ്പോർട്ട് കൊടുത്തിരിക്കണം എന്ന് കണിശമായി തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പനമ്പള്ളി നഗർ മുതൽ വൈറ്റില വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഹോദരൻ അയ്യപ്പൻ റോഡിൽ തന്നെ മെട്രോ പില്ലറിനോട് ചേർന്ന് ബേസ്മെൻറ്റ് ഉയർന്നു നിൽക്കുന്നതും റോഡ് താഴ്ന്നിരിക്കുന്നതുമായ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. പെട്ടെന്ന് രാത്രി കാലങ്ങളിൽ ഇതൊരിക്കലും ശ്രദ്ധയിൽപ്പെടില്ല. ഇത് ശ്രദ്ധയിൽപ്പെടാതെ ആര് ടൂ വീലറിൽ ഈ ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ അവർ ഒരു പരിധി വരെ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാനൊരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. അതിന് അനുകൂലമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടിയന്തരമായി ഈ റോഡ് നന്നാക്കാനായിട്ട് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. പനമ്പള്ളി നഗർ മുതൽ വൈറ്റില വരെ ഏകദേശം ഈ ഏരിയയിൽ മാത്രം 13 പേരാണ് കൊല്ലപ്പെട്ടത്. എൻ്റെ വീടിനോട് ചേർന്ന് എൻ്റെ തൊട്ട അയൽവാസികൾ 2 യുവാക്കൾ ഇവിടെ മരണപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ പുറകെ അന്വേഷണം നടത്തി പോകുന്നതും അതുമായി ഈ അപാകതകൾ കാണുന്നതും. ആദ്യം തന്നെ മെട്രോയ്ക്കും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും ഉടമസ്ഥാവകാശം തർക്കത്തിൽ നിൽക്കുന്നതിനാൽ ഈ പരാതി തള്ളിക്കളയാനുള്ളത്. പരസ്പരം പഴിചാരിക്കൊണ്ട് കൊച്ചി മെട്രോ പറയുന്നു ഇത് കൊച്ചിൻ കോർപ്പറേഷൻ ഉടമസ്ഥയില അല്ലെങ്കിൽ PWD ഉടമസ്ഥയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് പരസ്പരം കൈയൊഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കടവന്ത്ര പോലീസ് കൃത്യമായി PWDക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് ഉടമസ്ഥാവകാശം ഇപ്പോഴും തർക്കത്തിൽ നിൽക്കുന്നത് തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ അഡ്വക്കേറ്റ് ജോമി ജോസ് വഴിയാണ് ഞാൻ എൻ്റെ പൊതു താൽപര്യ ഹർജികളെല്ലാം ഫയൽ ചെയ്യുന്നത്. ഈ ഫയൽ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാണ്, ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 11-നുള്ളിൽ തന്നെ PWD അതേപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ മെട്രോ ഇതിന് റിപ്പോർട്ട് കൊടുത്തിരിക്കണം എന്ന് കണിശമായി തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഭാഗങ്ങളെല്ലാം സഹോദരൻ അയ്യപ്പൻ റോഡെല്ലാം പണ്ട് ചതുപ്പായിരുന്നു. ഇവിടെ പില്ലർ എന്ത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴും കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ട് മാത്രമേ ഇവിടെ പില്ലറുകൾ സ്ഥാപിക്കാവൂ എന്ന് നിലനിൽക്കെ എനിക്ക് തോന്നുന്നത് ഇത്തരം കൃത്യമായിട്ടുള്ള ഒരു പഠനം നടന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 13 പേരെ ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏക ഉത്തരവാദി മെട്രോ റെയിൽ തന്നെയാണ്, നിസ്സംശയം പറയാം. അതുമാത്രമല്ല ഈ റോഡ് ഓരോ പ്രാവശ്യവും ടാർ ചെയ്യുമ്പോഴും ഇത്തരം അപാകതകൾ പരിഹരിക്കാതെ PWD ആയാലും കോർപ്പറേഷൻ ആയാലും റോഡ് നിർമ്മിക്കുന്നത്, റോഡ് മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഇത് പരിഹരിക്കാതെ നിർമ്മിച്ചത് കൊണ്ടും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മരണപ്പെട്ട 13 പേർക്ക് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഏകദേശം 47 പേരാണ് ഇതുപോലെയുള്ള ഈ റോഡിൻ്റെ മോശം അവസ്ഥ മൂലം മരണപ്പെട്ടിരിക്കുന്നത്. ഇതിനെല്ലാം മെട്രോയും PWDയും കൊച്ചിൻ കോർപ്പറേഷൻ മറുപടി പറഞ്ഞേ പറ്റൂ. പൊതു താൽപര്യ ഹർജിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇത്തരക്കാർക്ക് കോടതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും നാളത്തെ റിപ്പോർട്ടിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.